വളരെ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ്, തൊഴിലാളി വർഗ നേതാവായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പാർട്ടിക്ക് പോളിറ്റ് ബ്യൂറോവും കേന്ദ്ര കമ്മിറ്റിയും വേണം. ഇന്നത്തെ നിലയിൽ അങ്ങനെ ചുമതല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ ദയവ് ഇത് എന്നെ EMS-ഉമായിട്ട് താരതമ്യപ്പെടുത്താതിരിക്കുക. അങ്ങയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളികൾ എന്തായിട്ടാണ് തോന്നുന്നത്? പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം, കേരളത്തിൽ കോൺഗ്രസിന്റെ സ്വഭാവം. അല്ല, രാഷ്ട്രീയ ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങളാണ് പാർട്ടിയുടെ മുമ്പിലുള്ളത്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ നവഫാസിസ്റ്റ് ആക്രമണ നയങ്ങൾ, അതോടൊപ്പം ഒരു സ്വതന്ത്ര രാഷ്ട്രീയ ശക്തിയായിട്ട് പാർട്ടിക്ക് വളരേണ്ടതുണ്ട്. അതെങ്ങനെ സാധിക്കും എന്നുള്ള ചോദ്യവും പാർട്ടിയുടെ മുമ്പിലുണ്ട്. അപ്പോൾ വിശാലമായ സമര ഐക്യം, ജനകീയ ഐക്യം വളർത്തിയെടുക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. മതി. എന്തായാലും തനിക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ, ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം അടക്കമുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം ഉണ്ട് എന്നും EMS-ഉമായി തന്നെ താരതമ്യം ചെയ്യരുത് എന്നുമാണ് CPM-ന്റെ പുതിയ ജനറൽ സെക്രട്ടറി MA ബേബി വ്യക്തമാക്കുന്നത്. മധുരയിലെ പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. കൊണ്ടിരുന്നത് CPIM ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് MA ബേബിയെ എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പാർട്ടി കോൺഗ്രസിൽ നിന്നുള്ള വിശദമായ വിവരങ്ങളാണ് ബൽറാം നെടുങ്ങാടിയും ഒപ്പം തന്നെ ദീപക് ധർമ്മടവും നൽകിക്കൊണ്ടിരുന്നത്. പാർട്ടി കോൺഗ്രസിൽ പൊതുസമ്മേളനത്തിന് ശേഷം വിവിധ നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. MA ബേബി തന്നെ താൻ നേരിടാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ചും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ നിരവധി ചോദ്യത്തിനുമൊക്കെ ഉത്തരം പറഞ്ഞിരുന്നു. എന്തായാലും പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്.